ചാലക്കുടിയിലെ ബ്യൂട്ടി പാർലർ ഉടമ ഷീല സണിയെ വ്യാജ ലഹരി കേസിൽ കുടുക്കിയ പ്രതിയുടെ വീട്ടിൽ റെയ്ഡ്. തൃപ്പൂണിത്തുറ സ്വദേശി നാരായണദാസിന്റെ വീട്ടിലാണ് എക്സൈസ് ക്രൈംബ്രാഞ്ച് സംഘം റെയ്ഡ് നടത്തുന്നത്. ശ്യാമപ്രസാദ് ഉത്തമൻ വിവരങ്ങൾ നൽകും. ശ്യാമ, എന്തെല്ലാം കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ഇപ്പോൾ റെയ്ഡ് നടക്കുന്നത്? വിവരങ്ങൾ. ചാലക്കുടിയിലെ ബ്യൂട്ടി പാർലർ ഉടമ ഷീല സണ്ണിയെ ലഹരി കേസിൽ കുടുക്കിയ പ്രതിയാണ് നാരായണദാസ്. ഈ നാരായണദാസിന്റെ വീട്ടിലാണ് ഇപ്പോൾ എക്സൈസ് ക്രൈംബ്രാഞ്ച് സംഘം റെയ്ഡ് നടത്തിയത്. ഇന്ന് വൈകിട്ടോടുകൂടിയാണ് തൃപ്പൂണിത്തുറ എരൂരിലെ വീട്ടിലെത്തി ഈ റെയ്ഡ് നടത്തിയത്. ഇതിൽ കഴിഞ്ഞ ദിവസം ഈ കേസുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹം മുൻകൂർ ജാമ്യം ഹൈക്കോടതിയിൽ നൽകിയിരുന്നു. എന്നാൽ ആ മുൻകൂർ ജാമ്യം ഹൈക്കോടതി നിഷേധിച്ചു. 7 ദിവസത്തിനകം ഹാജരാകണമെന്നാണ് ഹൈക്കോടതിയുടെ നിർദ്ദേശം. ഈ ഒരു ഘട്ടത്തിലാണ് ഇയാളെ അറസ്റ്റ് ചെയ്യുന്ന നീക്കത്തിന്റെ ഭാഗമായിട്ട് എക്സൈസ് ക്രൈംബ്രാഞ്ച് സംഘം ഇന്ന് വീട്ടിലെത്തി റെയ്ഡ് നടത്തിയത്. പക്ഷേ ഇയാളെ കണ്ടെത്താനായില്ല. നിലവിൽ ഈ നാരായണദാസ് ഒളിവിലാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതേസമയം ഈ ഹൈക്കോടതി മുൻകൂർ ജാമ്യം തള്ളിയതോടെ സുപ്രീം കോടതിയിലും മുൻകൂർ ജാമ്യത്തിനായിട്ടുള്ള നീക്കങ്ങൾ ഇദ്ദേഹം നടത്തിയിട്ടുണ്ട്. ഈ കേസിൽ പ്രധാനമായിട്ടും ഷീല സണ്ണിയുടെ സ്കൂട്ടറിൽ മയക്കുമരുന്നിന് സമാനമായ വസ്തു വെച്ച് എക്സൈസിന് വിവരം നൽകി എന്നതായിരുന്നു കേസ്. ഇതിൽ 72 ദിവസമാണ് ഷീലയ്ക്ക് ജയിലിൽ കഴിയേണ്ടി വന്നത്. ഷീലയുടെ ബന്ധുവായ പെൺകുട്ടിയുടെ നിർദ്ദേശപ്രകാരം നാരായണദാസാണ് സ്കൂട്ടറിൽ ഇത് ഒളിപ്പിച്ചതെന്നാണ് പിന്നീട് അന്വേഷണ സംഘം കണ്ടെത്തിയത്. ഈ കേസിലാണ് ഇപ്പോൾ ഇത് സംബന്ധിച്ച് ഹൈക്കോടതിയിൽ ഇയാൾ ഇപ്പോൾ മുൻകൂർ ജാമ്യം തേടുകയും തുടർന്ന് ഹൈക്കോടതി ആ മുൻകൂർ ജാമ്യം നിഷേധിക്കുകയും ചെയ്തിട്ടുള്ളത്. 7 ദിവസത്തിനകം ഹാജരാകണമെന്നാണ് ആവശ്യപ്പെട്ടത്. പക്ഷേ ഈ ഘട്ടത്തിൽ ഇയാൾ ഇപ്പോൾ ഒളിവിൽ പോയിരിക്കുകയാണ്. ഇതിനിടയിലാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് എരൂരിലെ തൃപ്പൂണിത്തുറയിലെ വീട്ടിൽ എക്സൈസ് ക്രൈംബ്രാഞ്ച് സംഘം എത്തുകയും പരിശോധന നടത്തുകയും ചെയ്തത്. എന്നാൽ ഇയാളെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. നിലവിൽ ഇയാൾ ഒളിവിൽ പോയിരിക്കുകയാണ്. ശരി, പ്രതിയെ കണ്ടെത്താൻ സാധിച്ചില്ല. ശ്യാമപ്രസാദ് ഉത്തമനാണ് വിവരങ്ങൾ നൽകിയത്.